ഞാൻ ചായയൊക്കെ കുടിച്ച് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതിനെ വേണമെങ്കിൽ ഒരു മോർണിംഗ് റൂട്ടീൻ അല്ലെങ്കിൽ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പം ഞാനിങ്ങനെ രാവിലെ എണിച്ചു. അത് കഴിഞ്ഞിട്ട് ജാക്കിക്കും റോക്കിക്കും ഒക്കെ പാലും ബിസ്ക്കറ്റും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഇപ്പോൾ അവരെ പുറത്ത് വിടാറുള്ളൂ. പിന്നെ മഞ്ഞുകാലവും കാറ്റുകാലവും ഒക്കെയാണ്. ജാക്കിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. ജാക്കിക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല ചുമയും ജലദോഷമൊക്കെ ഈ കാലത്ത് വന്നു. ഇക്കൊല്ലം ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാനൊന്നും അല്ല പാലും ബിസ്ക്കറ്റും കൊടുക്കാറ്. ഞാൻ കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. ആൻഡ് ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോവാണ്. ജാക്കി പറഞ്ഞാലൊക്കെ കേൾക്കും. എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും, അനുസരിക്കുകയും ഒക്കെ ചെയ്യും. ദേ ആ കസേരയിൽ ഇരിക്കുന്നുണ്ട് ഒരു സാധനം, കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല. അവൻ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കില്ല. ഇപ്പം ഞാൻ ബാക്കിലേക്ക് മൂത്രമൊഴിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ കയറി കസേരയിലിരുന്നു. അവന് തോന്നുന്നതേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, അവനും അവൻ്റേതായ ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ജാക്കിയുടെ കാര്യത്തിലോട്ട് വരാം. ജാക്കി ഭയങ്കരമായിട്ട് അവൻ്റെ 2 കാൽമുട്ടും ഏകദേശം നന്നായി ഇൻഫെക്ഷൻ അടിച്ചു. അതിനുശേഷം നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കാണിച്ചു. നമുക്ക് പെട്ടെന്ന് അവരുടെ എന്തെങ്കിലും ഒരു മാറ്റം അവർ 2 പേരിലും ഉണ്ടായാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം 2 പേരും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാട്ടോ. നമ്മൾ ഇവരുടെ കംഫർട്ട് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് ഒരാളെ ഇൻവൈറ്റ് പോലും ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലൊരാൾ വന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ഇവരുടെ കംഫർട്ട് ഫസ്റ്റ് നോക്കാറുണ്ട്. പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തതുകൊണ്ട് തന്നെ അത്ര വലുതായിട്ട് നമുക്ക് വേഗം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ നമ്മൾ നന്നായിട്ട് ലവ് കാണിക്കുമ്പോൾ അവൻ വേഗം ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇപ്പം നന്നായിട്ട് ബെറ്ററായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മൾ കാലിൽ മരുന്നൊക്കെ പരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സംഭവം മാസ്കൊക്കെ ഉപയോഗിക്കണമായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ അവന് മാസ്കൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഇതൊന്നും ഇടാത്ത സംഭവമാണല്ലോ. ഈ മരുന്ന് ഓയിൽമെൻറ്റ് നക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ മാസ്ക് ഇടുന്നത്. ഞാനൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും അത് ഊരി കൊടുക്കും. അപ്പോൾ സ്പ്രേ അടിച്ച് അതിൽ ഓയിൽമെൻറ്റ്, പിന്നെ വിറ്റമിൻ്റെ സിറിഞ്ചിലാക്കിയിട്ട് വിറ്റമിൻ്റെ ഇതുണ്ടായിരുന്നു, എന്താ സിറപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് 2 പേർക്കും കൊടുക്കും കേട്ടോ. റോക്കിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ജാക്കി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നമ്മളെ മനസ്സിലാക്കി നമ്മൾ പറഞ്ഞത് കേൾക്കും. അപ്പം മിണ്ടാണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കാറ്റുകാലമൊക്കെ ആയതുകൊണ്ട് ഡ്രൈ ആയിട്ട് പൊട്ടി ചോര വരുന്നൊരവസ്ഥ. നമ്മളൊക്കെ ആക്ച്വലി പേടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടർ കുറേ മെഡിസിൻസ് എഴുതി തന്നു. ഒക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കേണ്ടത്. ഈ 2 പേരെയും ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ സ്റ്റോറി വേറെയാണ്. നമ്മുടെ വീട്ടിൽ അപ്പോഴേക്കും അവ കിടന്ന് ഓയിൽമെൻറ്റൊക്കെ പോവും. എന്നാലും നമ്മൾ തേച്ച് കൊടുത്ത ഒരു പാട്ടൊക്കെ ഞാൻ അവന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുള്ളവരെ പോലെ നമ്മൾ വീട്ടിലത്തെ ഡോഗ്സിനെയൊക്കെ നോക്കണം. ഒരിക്കലും കൊണ്ടുപോയി കളയരുത് കേട്ടോ. അതിന് ശേഷം പിന്നെ എൻ്റെ സ്കിൻ കെയർ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നൗറിഷ് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇതെനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് തന്നതുകൊണ്ട് തന്നെ കാറ്റുകാലത്തും വെയിൽ കാലത്തും ഒക്കെ ഇതാണ് ഉപയോഗിക്കാറ്. അതിന് ശേഷം ഞാനിപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് നല്ലൊരു സൺസ്ക്രീനായിട്ട് തോന്നി കേട്ടോ. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടി. 3 അല്ല, ഒരാഴ്ച. ഇതെടുക്കുമ്പോൾ 3 ദിവസമായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ 7 ദിവസമൊക്കെ ഒരാഴ്ച ആവാറായിട്ടോ. പിന്നെ അതിന് ശേഷം നിവ്യയുടെ ലിപ് ബാം കൂടി ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ സ്കിൻ കെയർ. വേറെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.